ഒരു ക്യൂട്ട് ഹോണ്ടഡ് പാവ, പേര് പൂപ്പ. പൂപ്പയ്ക്ക് ഒരേ ഒരു ഓണർ ഉണ്ടായിരുന്നുള്ളൂ. ആ കുട്ടിക്ക് ഈ പൂപ്പനെ കിട്ടിയത് 1920s. പിന്നെ 2005 പൂപ്പയുടെ ഓണർ മരിച്ചു പോയപ്പോൾ പൂപ്പ ഒറ്റയ്ക്കായി. ഇറ്റലിയിലാണ് പൂപ്പയും കുട്ടിയും താമസിച്ചത്. പൂപ്പേനെ ഉണ്ടാക്കിയേക്കുന്ന ഒരു കമ്പിളി തുണി പോലത്തെ സാധനത്തിലാണ്. ആളുടെ മുടിയാണെങ്കിൽ റിയൽ ഹ്യൂമൻ ഹെയർ ആണ് യൂസ് ചെയ്തേക്കുന്നത്. പൂപ്പയുടെ ഓണർ ആ പാവേനെ നല്ല രീതിക്കാണ് കൊണ്ടു നടന്നത്. അവരുടെ റിലേഷൻഷിപ്പ് അവൾ ചെറിഷ് ചെയ്താണ് കൊണ്ടു നടന്നത്. ആ പാവ കുറേ ഓണറിന്റെ ഒപ്പം ട്രാവൽ ചെയ്തു. ഇറ്റലിയിൽ നിന്ന് US-ലേക്ക്, പിന്നെ തിരിച്ച് ഇറ്റലിക്ക്, പിന്നെ തിരിച്ച് യൂറോപ്പിലേക്ക്, പിന്നെ വീണ്ടും അവർ എൻഡപ്പായത് USA-ലാണ്. പാവയുടെ ഒറിജിനൽ ഓണർ പറഞ്ഞത് പൂപ്പയ്ക്ക് ജീവൻ ഉണ്ടെന്നും ആൾക്ക് അവളുടേതായിട്ടുള്ള മൈൻഡ് ഉണ്ടെന്നുമാണ്. പക്ഷെ എല്ലാവരും കുട്ടികൾ പറയുന്ന രീതിയിൽ അതെടുത്തു. പൂപ്പ അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്നും അവളുടെ ജീവൻ പൂപ്പ രക്ഷിച്ചിട്ടുണ്ടെന്നും അവൾ എല്ലാവരോടും പറയും. ഈ ഫോട്ടോ 1926 എടുത്തതാണ്, ഓണറും ആളുടെ ബ്രദറും. 2005 പാവയുടെ ഓണർ മരിച്ചപ്പോൾ ഫാമിലി റിപ്പോർട്ട് ചെയ്തത് ആ പാവ പെട്ടെന്ന് ആക്റ്റീവായി എന്നാണ്. അതായത് പൂപ്പയെ വെച്ചിട്ടുണ്ടായിരുന്നത് അവളുടെ ഒരു ഡോൾ കേസ് ഉണ്ട്, അതിനകത്താണ്. അവൾക്ക് അതിൽ നിന്ന് പുറത്ത് കടക്കണം എന്ന ബിഹേവിയർ പൂപ്പയിൽ എല്ലാവരും കണ്ടുപിടിച്ചു. പൂപ്പയെ വെച്ചിട്ടുണ്ടായിരുന്ന ഗ്ലാസ് കേസിൻ്റെ അകത്ത് ഇങ്ങനെ സ്റ്റീം വന്ന് ഗ്ലാസ് ഇങ്ങനെ പുകയാവില്ല. അങ്ങനെ ആയതിനു ശേഷം അതിൻ്റെ മേലെ പൂപ്പ ഹേറ്റ് എന്നൊരു കുട്ടികളുടെ ഹാൻഡ് റൈറ്റിങ്ങിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. കേസിൻ്റെ അകത്ത് പൂപ്പ ഇടയ്ക്കിടയ്ക്ക് പൊസിഷൻ മാറിയിരിക്കും. പിന്നെ ആരെങ്കിലും ആ കേസിൻ്റെ അടുത്തുകൂടെ പാസ് ചെയ്യുകയാണെങ്കിൽ ഗ്ലാസ്സിൽ ഇങ്ങനെ ടാപ്പ് ചെയ്യുന്ന സൗണ്ട് കേൾക്കും. അപ്പോൾ ഇവർ തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ പൂപ്പയുടെ കൈ ആ ഗ്ലാസ്സിൽ പ്രസ് ചെയ്തിരിക്കുന്നത് കാണാം, അല്ലെങ്കിൽ കാല് കയറ്റി വെച്ചിരിക്കുന്നത് കാണാം. ഈ പൊസിഷനിൽ എപ്പോഴും ഇരിക്കാറുള്ളത് പൂപ്പയുടെ ഓണറും അവളുടെ ബ്രദറുമാണ്, മാൻഡി ആൻഡ് റോബർട്ട്. ആ ഫാമിലിയിലെ ഒരു മെമ്പർ പൂപ്പ അവളുടെ സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് 2 കാലിൽ നടക്കുന്ന വീഡിയോ റെക്കോർഡ് ചെയ്തു. അയാൾ ആ വീഡിയോ 3 തവണ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ നോക്കിയപ്പോൾ ആ വീഡിയോയിൽ ഒരു വൈറ്റ് സാധനം വന്ന് കവറായിട്ട് അതിൻ്റെ മേലെ വീണ്ടും കുട്ടികളുടെ ഹാൻഡ് റൈറ്റിങ്ങിൽ പൂപ്പ നോ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ പൂപ്പ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. പാരനോർമൽ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ഈ കാര്യം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ നോക്കി, പക്ഷെ പൂപ്പയുടെ ലൊക്കേഷൻ അവർക്ക് കണ്ടുപിടിക്കാനേ പറ്റുന്നില്ല. ഒരുപാട് പേര് പറഞ്ഞു പൂപ്പ ഈവിളാണെന്നും അവൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അൺകംഫർട്ടബിളായി ഫീൽ ചെയ്യുന്നു. പക്ഷെ ശരിക്കും പൂപ്പയ്ക്ക് അവളുടെ ഓണർ മരിച്ച വിഷമമായിരിക്കില്ലേ, പെട്ടെന്ന് ലോൺലി ആയതുപോലെ ഫീൽ ആയതുകൊണ്ടായിരിക്കില്ലേ.